ഈ കണ്ണിൽ കൂടി എന്ന് പറഞ്ഞൊരു സിനിമ ഇപ്പം ഈ ഇടയായിട്ട് യൂട്യൂബിലൊക്കെ അതിൻ്റെ കുറേ സീൻസ് ഭയങ്കരമായിട്ട് വൈറലാവുന്നുണ്ട്. അതിൽ ഒരു SI ഒരു പ്രതി നമ്മളൊരു കോംബോ സയേട്ടനും ജയശേട്ടനും നമ്മളൊരു സംഭവം ആ പോയേക്കുന്ന രീതി ഭയങ്കര രസമായിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് ഇത് ഇത്ര അധികം ചർച്ച ചെയ്യപ്പെടാതെയും ആൾക്കാരിലേക്ക് എത്താത്തതെന്നും അറിയില്ല. ഒരുപാട് സിനിമകൾ ഇപ്പോൾ ചേട്ടൻ്റെയോ ജഗദീഷേട്ടൻ്റെയോ പേര് നമ്മൾ നോക്കുമ്പോൾ ഒരുപാട് സിനിമകൾ വരുന്നുണ്ടെങ്കിലും ഈ ഒരു പടം ആൾക്കാരിലേക്ക് അത് എത്തിയിട്ടില്ല. പക്ഷെ ഭയങ്കര രസകരമായിട്ടൊരു ഇൻവെസ്റ്റിഗേഷൻ ഒരു ഇത് പോയേക്കുന്നത്. ആ ഒരു കോംബോ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ കിട്ടണമെങ്കിൽ ആദ്യം നമ്മൾ ആ കഥയായിട്ട് ലയിച്ച് ചേരണം, പിന്നെ നിങ്ങൾ തമ്മിലൊരു സിങ്ക് വേണം. ഇതെല്ലാം കൂടി വരുമ്പോഴല്ലേ അങ്ങനെ ഒരു സംഭവം കിട്ടുന്നത്. അല്ല, നല്ല ചോദ്യമാണ്. കാരണം ഈ കണ്ണികൊടി എന്ന ചിത്രം എൻ്റെ മകൾ, എൻ്റെ രണ്ടാമത്തെ മകൾ ഒരു സൈക്യാട്രിസ്റ്റാണ്. അപ്പോൾ മകള് ആ കാലത്തിലുള്ള പല ചിത്രങ്ങളും മിസ്സായിട്ടുണ്ട്. അപ്പോൾ ആ കാലത്തുള്ളൊരു ചിത്രം എന്ന നിലയിൽ അടുത്ത കാലത്ത് ഈ കണ്ണികൊടി കണ്ടിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എന്തൊരു നല്ല പടമാണ്, ഇതങ്ങനെ സൂപ്പർ ഹിറ്റായിരുന്നോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ അത്ര സൂപ്പർ ഹിറ്റായിരുന്നില്ല. അതാണ് അതിൻ്റെ ട്രാജഡി. ഗംഭീര പടമാണ്. അതിന് നമ്മൾ നമിക്കുന്നത് ഞാനും സായും KG ജോർജ് സാർ, അനശ്വരനായ അദ്ദേഹം എന്ന് പറയുന്നത് മലയാള സിനിമയുടെ എന്താ പറയുക, അദ്ദേഹം ഒരു 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 ജീനിയസിന് അപ്പുറം പലതുമാണ്. തൊടുന്നതിലെല്ലാം സംവിധായകൻ എന്ന നിലയിലും തിരക്കഥാകൃത്ത് എന്ന നിലയിലും. പിന്നെ എന്തുകൊണ്ട് അന്ന് അത് അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയി എന്ന് ചോദിച്ചാൽ എൻ്റേതായിട്ടുള്ള ഒരു ഉത്തരമാണ് ഞാൻ പറയുന്നത്. അത് ശരിയാകണമെന്നില്ല. യവനിക എന്ന ചിത്രത്തിൽ ഈ നാടകവും പശ്ചാത്തലമായിട്ട് വന്നിട്ട് അതിനകത്തൊരു കൊലപാതകത്തിൻ്റെ അന്വേഷണം ഉണ്ടായിരുന്നു. അതിനകത്തൊരു കൊലപാതകം ഉണ്ടായിരുന്നു. ഈ കണ്ണികൂടി എന്ന ചിത്രത്തിൽ വലിയ ഗൗരവമുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ വന്നിട്ട് അതിൽ അവസാനം ആത്മഹത്യയായി ആയിരുന്നു എന്ന് കാണിക്കുന്നത് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അല്പം നിരാശപ്പെടുത്തിയുള്ള ഒരു സത്യം. അന്നത്തെ പ്രേക്ഷകർ, ഇന്നത്തെ പ്രേക്ഷകർ അങ്ങനെ അല്പം കൂടി വളർന്നിരിക്കുന്നു. അവർക്ക് ആത്മഹത്യയാണോ കൊലപാതകമാണോ എന്നതിനപ്പുറം നല്ല സിനിമയാണോ എന്നാണ് ഇന്നത്തെ പ്രേക്ഷകർ നോക്കുന്നത്.